ലേലത്തിന്റെ ചുമതല തനിക്കല്ലേ, പിന്നെ താനെന്തിനാ പേടിക്കുന്നേ? പേടിച്ചിട്ടല്ല, സായിപ്പിന്റെ ലെറ്റർ ഇല്ലാതെ പാർട്ടിക്ക് എങ്ങനെ സാധനങ്ങൾ വിട്ടുകൊടുത്തു എന്ന് ചോദ്യം വന്നാൽ ഞാൻ കുടുങ്ങും. ലെറ്റർ ഞാൻ ശരിപ്പെടുത്തി തന്നാ പോരെ? സായിപ്പ് ഒപ്പിടുവോ? ഒപ്പ് ഞാനിട്ട് തരാവുള്ളൂ. സായിപ്പിന്റെ ഒപ്പേ എനിക്ക് കാണാ പാഠമാണ്. ഇതൊന്നും ശരിയായാൽ നമ്മുടെ സായിപ്പിന്റെ പേരിൽ കൈക്കൂലിക്ക് എൻക്വയറി വരും. സായി പ്ലാറ്റ്ഫോറത്തിൽ തെക്കു വടക്ക് നടക്കുന്നത് നമുക്ക് കാണാം. What is this, Balan? എനിക്ക് ആദ്യമായി ശമ്പളം കിട്ടിയ ദിവസമാണ്. I am glad. Very, very glad. ദയവ് ചെയ്ത് അങ്ങ് ഇത് സ്വീകരിക്കണം. ഇതൊക്കെ എന്തിനാണ് ബാല? ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രതിഫലത്തിന് വേണ്ടിയല്ല, സ്നേഹത്തിന് വേണ്ടിയാണ്. സാർ, അനാഥനായ എന്നെ ഈ നിലയിൽ എത്തിച്ചത് അങ്ങാണ്. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇതുകൂടി അങ്ങ് വാങ്ങണം. ശമ്പളമായിരിക്കും. അതെ സാർ. ഫയർമാൻ ആയിരുന്ന കാലത്ത് നിനക്ക് കിട്ടിയിരുന്ന ശമ്പളം നിന്റെ ചെലവുകൾക്ക് തികയുമായിരുന്നു. ഇനി നീ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നിന്റെ ഫ്യൂച്ചറിന് വേണ്ടി മിച്ചമുള്ള കാശ് സേവ് ചെയ്യണം. സാർ, എത്രയൊക്കെ രൂപ ഞാൻ ബാങ്കിലിട്ടാലും അങ്ങയിൽ നിന്നും കിട്ടുന്ന സ്നേഹത്തെക്കാൾ വലിയൊരു സമ്പാദ്യം എനിക്കുണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. കീപ് ദിസ് മണി വിത്ത് യു. സാർ, ഇത് ഞാൻ ഡെയ്സിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതെന്തിനാ എന്റെ കയ്യിൽ തരുന്നത്? ഡെയ്സി, എന്താ ഡാഡി? മോളെ, ബാലിന് ആദ്യമായി ശമ്പളം കിട്ടിയ സന്തോഷത്തിന് എന്തൊക്കെയോ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇതാ ഡെയ്സി. താങ്ക് യു. She won't sleep today. Well, I will open this bottle too. എന്താ ഇത്? എഞ്ചിനീയർ ഡാനിയൽ കൈക്കൂലി വാങ്ങിച്ചെന്ന്. എനിക്ക് സസ്പെൻഷൻ ഓർഡർ. എന്താ ഡെയ്സി? ഡാഡിക്ക് സസ്പെൻഷൻ. ഞാൻ നിന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ കൈക്കൂലി വാങ്ങിച്ചു? അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്കില്ല അറിയില്ല. Lord, tell me, my Lord, ഡാനിയേൽ കൈക്കൂലി വാങ്ങിയോ? 30 വെള്ളിക്കാശിന് വേണ്ടി നിനക്ക് കുരിശും മുൾക്കിരീടവും യൂദാസുകൾ ഇന്നും എവിടെയുണ്ട്? ഇതാ അവരുടെ കുറ്റപത്രം എന്റെ ദേവിയും വന്നിരിക്കുന്നു. Tell me, Lord, am I guilty? Am I guilty? Daddy, നീതികേടിന് കൂട്ടു നിൽക്കാത്തതാണ് എന്റെ തെറ്റ്. നീചന്മാരുടെ വലയിൽ വീഴാത്തതാണ് എന്റെ കുറ്റം. അങ്ങ് സമാധാനമായിരിക്കണം. നോ, സത്യമുള്ളവന് ഈ ലോകത്ത് സമാധാനമില്ല. നിന്നേക്കാൾ പരിശുദ്ധനാണ് ഞാൻ. ഈ പട്ടികളുടെ മുമ്പിൽ ഞാൻ കീഴടങ്ങില്ല. Never. Never. I'm
സാഹിബിന്റെ ഗതി എന്തായടാ? ഞാൻ അടലിപ്പാമ്പാണെന്ന് അവൻ അറിഞ്ഞില്ല. കടിച്ചാൽ 7-ാം ദിവസം വിഷം കയറും. ദ്രോഹി, നീ എന്നെ കൈക്കൂലിക്കാരനാക്കിയല്ലേ? കൈക്കൂലി വാങ്ങിയത് കൊണ്ടല്ലേ ഡിജിറ്റൽ സാർ മേശയിൽ നിന്നും പണം കണ്ടെടുത്തത്? Bloody fool! നിന്റെ തന്ത കൊണ്ടുവച്ചതായിരിക്കും ആ പണം. ഈ ഓഫീസ് ഇപ്പോൾ എന്റെ ചാർജിലാണ്. കുടിച്ചുകൊണ്ടുവന്നിവിടെ വഴക്കുണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിപ്പിക്കും. അങ്ങ് വീട്ടിലേക്ക് പോണം. ഞാൻ പോകില്ല. കൽക്കരിയുടെയും തീയുടെയും ഗന്ധമുള്ളതാണ് എന്റെ ചോര. എന്റെ അവസാനം ഇവിടെ തന്നെയാണ്. ബാല, ഈ മനുഷ്യനെ വിളിച്ചോണ്ട് പോകും. ഇല്ലെങ്കിൽ താൻ എന്തു ചെയ്യും? എടോ, നിങ്ങളുടെ എല്ലാം സാമർഥ്യം കൊണ്ട് ഇദ്ദേഹം സസ്പെൻഷനിലായി. ചിലപ്പോൾ ഡിസ്മിസും ചെയ്തേക്കും. ചിലപ്പോൾ അത് തന്നെ നടക്കത്തുള്ളൂ. പക്ഷേ ഞാനുള്ള കാലത്തോളം ഈ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ചോറ് തന്നെ അദ്ദേഹം ഉണ്ണും. ഐ ആം ഡിപ്രസ്ഡ്. എനിക്ക് ജീവിതം മതിയായി ബാല. ഞാൻ ഡിപ്പാർട്ട്മെന്റിനെ എന്റെ കുടുംബത്തെക്കാൾ സ്നേഹിച്ചാണ്. അതിന്റെ കൂലിയായിരിക്കും. സാർ, അങ്ങ് വിഷമിക്കരുത്. ഗ്രഹണത്തിന് തലവെക്കുന്ന കുറെ നീർക്കോഴികൾ കൊണ്ടുവരും. അവന്മാരുടെ മുമ്പിൽ അങ്ങ് കൈക്കുടിക്കാരനായിരിക്കാം. പക്ഷേ മറ്റു ജീവനക്കാർക്ക് അങ്ങ് ആരാണ് നല്ലതുപോലെ അറിയാം. വരണം, വരാനാ പറഞ്ഞത്. ആശാനെ, കുഞ്ഞപ്പൻ ഒരര ഇങ്ങ് പോരട്ടെ. ആ പോരട്ടെ. ആശാനിത് ഇവിടുന്ന് ഓരോ പുതിയതിനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ വന്ന് വീഴുന്നതാടാ കരിയപ്പലെ. ആശാനെ, സരോജനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താടാ അറിയാപ്പില്ലേ? ആളെ കൈ കിട്ടി കഴിഞ്ഞാ പിന്നെ ഒരു കലിയ. ഒരുമാതിരി ഉള്ളവന് ഉടുതുണി ഇട്ടേച്ച് ഓടിപ്പോകും. എന്റെ അമ്മയ്ക്ക് എന്റെ അമ്മയ്ക്ക് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം. ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയാലുണ്ടല്ലോ, അടിച്ചിനെ കരണപ്പിക്കാൻ തെറിപ്പിക്കും. വല്ല പോലീസുകാർ വന്ന് കയറിയാൽ കഞ്ഞൂടി മുട്ടും. ഇതേപോലെ വല്ലോ നല്ല ചക്രം ഉണ്ടാക്കാനുള്ള സമയത്ത് എന്തിനാ വഴക്കൊക്കെ? നീ പോ ഇരടാ. എത്രയാണ്? 10. പോക്കറ്റ് നിറച്ച് കാശും ഒന്ന് വളഞ്ഞു. ഒടുക്കത്തെ കുടിയായി പോയതാ. അവളെ അമ്മയ്ക്ക് പറഞ്ഞതിന്റെ വിഷമം കൊണ്ട് കുടിച്ചു പോയതാ. ഇഷ്ടമുള്ള സമയം എവിടെയാ നമുക്കൊന്ന് കൂടുതൽ? അതിനല്ലേ സർക്കാർ പൈപ്പ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പൈപ്പിനകത്തോ? വല്ലവരും കാണത്തില്ലേ? കാണുന്നവർ കണ്ണടച്ചോണ്ട് പോയിക്കോളൂ. സാർ വന്നാട്ടെ. അവക്ക് ഇരിക്കാൻ വേണ്ട ഒരു സ്ഥലമേ. സാർ അങ്ങോട്ട് കയറിയാട്ടെ. ഇഷ്ടമുള്ളത് തന്നാ മതി എന്നല്ലേ നീ പറഞ്ഞത്? അതിന് ഇതേ തന്റെ പെണ്ണുമ്പിള്ളിക്ക് കൊണ്ടു കൊടുക്കും. മര്യാദയ്ക്ക് 50 രൂപ തന്നു. 50 രൂപയോ? ഇതെനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനുള്ള കാശാ. വീട്ടിൽ സാധിക്കുന്ന കാര്യം ഇവിടെ സാധിച്ചില്ലേ? ഒരേ കാശോ? കാശ് തരാതെ തന്നെ ഞാൻ വിടത്തില്ല. എന്തോ വഴക്ക്. കാര്യം കഴിഞ്ഞപ്പോഴേ ഇയാൾ കാശ് തരുന്നില്ല. കാശ് കൊടുക്ക്. കൊണ്ടുപാടോ? എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള കാശാ. വീട്ടിൽ ഇത് കൊടുത്താൽ 10 രൂപയോ? എന്തിനാ? എന്തിനാ? നീ വെച്ച്